പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവർക്ക് കൊടുക്കാനുള്ളത് നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളെക്കൊണ്ട് അത് പറ്റും. ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അവനൊരു കാരണമാക്കി തീർക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്യം വളരെ ശ്രദ്ധേയമത്രേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും സംതൃപ്തിയോടെ ഇരിപ്പാൻ എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എത്ര ഉണ്ടെങ്കിലും എത്ര ഇല്ലെങ്കിലും ഏതവസ്ഥയിലും ഹല്ലേലൂയ ദൈവിക സമാധാനത്തോടെ, ദൈവിക സന്തോഷത്തോടെ, ദൈവിക സമൃദ്ധിയോടെ, ദൈവിക സംതൃപ്തിയോടെ ഇരിപ്പാൻ അവൻ നമ്മെ ബലപ്പെടുത്തും. അതാ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇന്ന് പകൽക്കാലവും ഈ ഒരു വാക്യം, ഈ ഒരു വചനം നാം വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധ ആത്മാവ് നമ്മോട് അത് തന്നെ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവർ മറ്റ് ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് കൊടുക്കാനുള്ളത്, അവരെ കരുതാനുള്ളത്, അവരുടെ ആവശ്യത്തിന് ഉള്ളത് നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളെക്കൊണ്ട് അത് പറ്റും. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൻ്റെ ആവശ്യത്തിൻ്റെ നടുവിൽ നാം പലരുടെയും അടുക്കൽ പോകാറുണ്ട്, പല വാതിലും മുട്ടാറുണ്ട്, പല ആവശ്യങ്ങൾക്കും വേണ്ടി നാം ഓടി പലയിടത്തും പോകാറുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, നാം പലയിടത്തും ഓടേണ്ട ആവശ്യമില്ല, നിന്നിലൂടെ അത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ക്ഷാമം വന്നപ്പോൾ ഇസ്ഹാക്ക് നേരെ ഹല്ലേലൂയ മിസ്രൈമിലേക്ക് ഓടാൻ ശ്രമിച്ചു. അവിടെ പോയി ആ ക്ഷാമകാലത്ത് അതിജീവനത്തിന് വേണ്ടി ഓടുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇസ്ഹാക്കേ, നീ എങ്ങും ഓടേണ്ട ആവശ്യമില്ല, നീ അവിടെ നിൽക്ക്, നീ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പാർക്ക്, നീ നിൽക്കുന്ന സ്ഥലത്ത് നിനക്ക് വേണ്ടുന്നത് കരുതുവാൻ ഞാൻ മതിയായവനാ. നമുക്ക് വേദപുസ്തക ചരിത്രം നന്നായിട്ടറിയാം. ആ ദേശത്തിൽ ഇസ്ഹാക്ക് ദൈവത്തെ അനുസരിച്ച് നിന്നു. അവൻ വിതച്ചു, ആ ആണ്ടിൽ അവൻ 100 മേനി കൊയ്തു. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. നോക്ക്, ദൈവത്തിൻ്റെ കരുതൽ അങ്ങനെ. നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വാതിൽ തുറക്കാൻ, അവിടെ ഉറവ തുറക്കാൻ, അവിടെ നന്മ ഒരുക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. മരുഭൂമിയിൽ ആഹാരമില്ലാത്ത ജനത്തിൻ്റെ അവസ്ഥ കർത്താവിന് നന്നായിട്ടറിയാം. കർത്താവിനറിയാം അവിടെ ആരുടെ കയ്യിൽ എന്തുണ്ടെന്ന്, അവിടെ എന്ത് ചെയ്യാൻ പോകുന്ന ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തന്നെ അവർക്ക് കൊടുപ്പിൻ. ഈ രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധ ആത്മാവ് ഹല്ലേലൂയ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ ആവശ്യത്തിന് നിന്നിലൂടെ ഉറവ തുറക്കാൻ, നിൻ്റെ കയ്യിലൂടെ അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. കർത്താവ് പറയുന്നു, നീ അവിടെ നിൽക്ക്, നീ അവിടെ നിൽക്ക്. അവിടുന്ന് തന്നെ ഒരു ഉറവ ദൈവത്തിന് തുറക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യം എത്ര വലുതായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര പഴയതായിക്കോട്ടെ, എത്ര സങ്കീർണമായിക്കോട്ടെ, പരിഹാരം ചെയ്യുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. നാം വേദപുസ്തക ചരിത്രം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അവിടെ 5000-ത്തിലധികം പുരുഷന്മാരുണ്ടായിരുന്നു. അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങൾ എല്ലാം കൂടെ നോക്കിയാൽ പലരും, പല വേദപുസ്തക പഠിതാക്കളും ഇങ്ങനെ പറയും, 20,000-ത്തിലും വലിയ ജനസമൂഹം അവിടെയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, അതിൻ്റെ നടുവിൽ 5 അപ്പമുള്ള ഒരു പയ്യനെ കണ്ടുപിടിക്കണമെങ്കിൽ അത് ചെറിയ കാര്യമല്ല. നീ ആർക്കു വേണ്ടി അന്വേഷിക്കുന്നു അവനെ നിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരുവാൻ, നിനക്ക് വേണ്ടിയുള്ള ഉറവ തുറക്കുവാൻ, ഹല്ലേലൂയ നിൻ്റെ കയ്യിലുള്ള അല്പത്തെ കണ്ടുപിടിക്കുവാൻ ദൈവം ചില വെളിപ്പാടുള്ളവരെ നിങ്ങളുടെ നടുവിൽ ഉയർത്തും. നിങ്ങൾക്കറിയാമല്ലോ, ഹല്ലേലൂയ അന്ത്രയോസ് പെട്ടെന്ന് പറഞ്ഞു, കർത്താവേ, ഇവിടെ 5 അപ്പമുള്ള ഒരു ബാലകനുണ്ട്, ഒരു ബാലകൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 20,000 അധികം ആൾക്കാരുടെ നടുവിൽ ഒരുത്തനെ കണ്ടുപിടിക്കുക അത് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുമ്പോൾ നീ കണ്ടെത്തേണ്ടവനെ, നീ കണ്ടെത്തേണ്ട ഉറവയെ, നീ കണ്ടെത്തേണ്ട നന്മയെ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ, അതുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യിപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ആ 20,000 പേരിൽ തപ്പി നടക്കുകയല്ല. നൊടിയിടയിൽ നിനക്ക് ആരെയാണോ കണക്റ്റ് ചെയ്യേണ്ടത്, നീ ആരുമായിട്ടാണോ കൂട്ടിമുട്ടേണ്ടത്, അവനെ കൂട്ടിമുട്ടിപ്പിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, ഈ ദിവസങ്ങളിൽ ഒരു ഉറവ തുറക്കാൻ, ഒരു അത്ഭുതം ചെയ്യാൻ, ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം
എന്താണോ നിൻ്റെ ജീവിതത്തിൽ വേണ്ടത് അത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. ആ വ്യക്തിയുമായി കണ്ടുമുട്ടാൻ, ആ വ്യക്തിയുമായി കാണുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ വാതിലുകൾ തുറക്കും. 5 അപ്പമുള്ള ബാലകനെ ഒരു അന്ത്രയോസ് കണ്ടെത്തിയതുപോലെ ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ അതേ ദൂത് പറയട്ടെ. നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തി, നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സസ്, സാധന സാമഗ്രികളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. നിങ്ങൾ അത് കണക്ട് ചെയ്യുക മാത്രമല്ല, അത് നിങ്ങൾക്ക് പോയി യേശുവുമായി കൂട്ടിമുട്ടിക്കുവാൻ, യേശുവുമായിട്ട് കണക്ട് ചെയ്യുവാനും ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. 5 അപ്പമുള്ള ബാലകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. നിങ്ങളെ ഒരു അന്ത്രയോസിനെ പോലെ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ജനങ്ങൾക്ക് കൊടുക്കുവാൻ, വിളമ്പുവാൻ നിങ്ങളുടെ കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. നിങ്ങൾ ഏത് ഭവനത്തിലാണോ, നിങ്ങൾ ഏത് ഓഫീസിലാണോ, നിങ്ങൾ ഏത് സ്കൂളിലാണോ, നിങ്ങൾ ഏത് സമൂഹത്തിലാണോ, നിങ്ങൾ ഏത് ജീവിത സാഹചര്യത്തിലാണോ, എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രശ്നമല്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളിലൂടെ വലിയവ ചെയ്യാൻ, നിങ്ങളിലൂടെ അത്ഭുതത്തെ ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നിങ്ങൾ തന്നെ അവർക്ക് കൊടുപ്പിൻ. ഇന്ന് പകൽക്കാലം ആ കര ഉയർത്തി പറ, ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം എൻ്റെ കയ്യിലൂടെ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യും, എൻ്റെ കരത്തിലൂടെ ദൈവം ചെയ്യും. എൻ്റെ ദൈവം അങ്ങനെ ചെയ്യുവാൻ വിശ്വസ്തനാ, വാക്കുമാറാത്ത ദൈവമാ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.